ഇവിടെ നന്നായിരുന്നു, വളരെ നന്നായിരുന്നു. ശരിക്കും ഇഷ്ടമായിരുന്നോ? നല്ലൊരു വിരുന്ന് തന്നെയായിരുന്നു കണ്ണൻചേട്ടൻ ഒരുക്കിയിരിക്കുന്നത്. അർജുന്റെ ആക്ഷൻ പറയാനില്ല, നല്ലത് തന്നെ. താങ്ക് ഒരു നല്ലൊരു ചിത്രം കണ്ട സംതൃപ്തി. തീർച്ചയായിട്ടും കണ്ണൻ താമരക്കുളം എന്ന സംവിധായകന്റെ വ്യത്യസ്തത നിറഞ്ഞൊരു ചിത്രമാണിത്. സമൂഹത്തിൽ ഒറ്റപ്പെട്ട് നടക്കുന്ന ഒരു സംഭവമാണ് ഈ ഈശ്വരനില്ല എന്ന് വിശ്വസിച്ച് പിശാചിനെ ആരാധിക്കുന്ന ഒരു വിഭാഗം. നമ്മുടെ ഒറ്റപ്പെട്ടതാണെങ്കിലും നമ്മുടെ കേരളത്തിലായാലും മറ്റുള്ള സംസ്ഥാനത്തിലും റിപ്പോർട്ട് ചെയ്തിട്ടുള്ള കാര്യമാണ്. ആ ഒരു സംഭവത്തെ നമ്മൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ വരച്ചു കാണിച്ചിട്ടുണ്ട്. അഭിനയത്തിന്റെ കാര്യത്തിൽ അർജുൻ സർജ, അതേപോലെ തന്നെ നിക്കി ഗിൽറാണി, ബൈജു സന്തോഷ്, ഹരീഷ് പെരാടി, അങ്ങനെ ഒരുപാട് നായകന്മാരൊക്കെ ഉണ്ട്, നടന്മാര്. അവരെല്ലാവരും നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. നല്ലൊരു വിഷയത്തെ നല്ല രീതിയിൽ തന്നെ കാണിച്ചിട്ടുണ്ട്. ത്രില്ലർ എന്നുള്ള വിഭാഗത്തിൽ തന്നെ പെടുത്താവുന്ന കാര്യമാണ്. പക്ഷേ സമൂഹത്തിൽ ഇങ്ങനെ ഒറ്റപ്പെട്ട് നടക്കുന്ന ആ ഒരു കാര്യം നമ്മൾക്ക് ഒരുപാട് യുവതലമുറയും അതേപോലെ വിദ്യാഭ്യാസം ഉള്ളവരുമാണ് ഇതിന്റെ ഒട്ടും വിദ്യാഭ്യാസം ഇല്ലാത്തവരല്ല. അതാണ് ഏറ്റവും നമ്മൾക്ക് സങ്കടകരമായിട്ടുള്ള ഒരു കാര്യം. അവരും ഇതിൽ പെട്ടുപോകുന്നു എന്നുള്ള ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും വളരെ സങ്കടകരമായിട്ടുള്ള സമൂഹത്തിന്റെ ഇങ്ങനത്തെ ഒറ്റപ്പെട്ട സംഭവങ്ങൾ നമുക്ക് നിരാശ തോന്നുന്ന ഒരു കാര്യമാണ്. അത് കണ്ടിരിക്കാം, ഏകദേശം കുഴപ്പമില്ല. അത്യാവശ്യം ഒരു മിസ്റ്ററി ത്രില്ലാണ്, കണ്ടിരിക്കാം നമുക്ക് ഇത്. പക്ഷേ കുറച്ചുകൂടി സ്റ്റോറി നന്നാക്കാണ്ടായിരുന്നു. കൺസെപ്റ്റ് കൊള്ളായിരുന്നു പഠിത്തം. ആക്ഷൻ കുഴപ്പമില്ല. മെസ്സേജ് ആണ് ചിന്തിക്കേണ്ട ഒരു സബ്ജക്ട് പറഞ്ഞിട്ടുണ്ട്. വേറെ കുഴപ്പമൊന്നുമില്ല. നേരത്തെ ഷൂട്ട് ചെയ്താന്ന് തോന്നുന്നു. കുഴപ്പമില്ല, നല്ല പടം. കുഴപ്പമില്ല. കണ്ണൻ താമരക്കുളം സംവിധാനം ചെയ്ത പടം. ഇത് ആക്ഷനും ത്രില്ല് ഒക്കെ എല്ലാം ഉണ്ട്. ഈ പടത്തില് സസ്പെൻസ് പടമാണ്. ഇത് ഉറപ്പ് നൽകണം. ഈ പടം 100 ദിവസം ഓടും. ഞാൻ ഇതിന്റെ എഡിറ്ററാണ്. സോ അതുകൊണ്ട് ഇപ്പം പ്രേക്ഷകരൊപ്പം ഇരുന്ന് കണ്ടപ്പോൾ അതിന്റെ ഒരു വല്ലാത്തൊരു ഫീലിലാണ്. സോ ഹാപ്പി. ഇനി പറയേണ്ടത് കണ്ടിറങ്ങുന്നവരാണ്. താങ്ക് യു. നന്നായിരുന്നു, നല്ല അനുഭവമായിരുന്നു. നമ്മള് അഭിനയിച്ചതുകൊണ്ട് നമ്മൾ പറയുന്നതിൽ അർത്ഥമില്ല. എങ്കിൽ പോലും ഒരു പ്രേക്ഷകൻ എന്നുള്ള നിലയിൽ കാണുമ്പോൾ ഒരുപാട് എൻജോയ് ചെയ്തിട്ടാണ് കണ്ടത്. കണ്ണൻ താമരക്കുളത്തിന്റെ ഇതുവരെ നിന്നുള്ള വ്യത്യസ്തമായൊരു തന്നെയായിരുന്നു. പടം നന്നായിട്ട് മുന്നോട്ട് പോകുന്ന തന്നെയാണ് ഞങ്ങളുടെയൊക്കെ വിശ്വാസം. ഒരു മിനിറ്റ് പോലും ലാഗ് ഇല്ലാതെ തന്നെ മുന്നോട്ട് പോയി എന്നുള്ള പടത്തിന്റെ ഏറ്റവും വലിയ കാര്യം. ഏതായാലും സന്തോഷം. താങ്ക് യു.